ഓണപ്പൂവേ ഓമപ്പൂവേ പൂങ്കൊതിയൻ വണ്ടി. മോളെ ചൂടുണ്ടോന്നോ? ചൂടേ ഉള്ളൂ. പിന്നെ അച്ഛൻ ഡ്യൂട്ടിയില്ല മോളെ. പിന്നെ ഇവിടെ തിരുവോണായത് എന്തായാലും ഇവിടെ ഡ്യൂട്ടി തന്നെ മോളെ. അപ്പൊ ശരി മോളെ, അച്ഛന്റെ ഓണാശംസകൾ കേട്ടോ. എത്ര പ്രാവശ്യം ഞാൻ എല്ലാവരോടും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി ടൈമിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഇല്ല സാർ, മോൾക്ക് ഓണാശംസകൾ പറഞ്ഞ സാർ. ഇങ്ങനെ ഫോൺ ചെയ്ത് നിന്ന 3 ദിവസം സാലറി കട്ടിയും കേട്ടോ രാജേഷ്. അവളുടെ അമ്മ പോയതിൽ പിന്നെ സാർ എത്ര തിരക്കിലായിരുന്നാലും ഓണക്കോടിയും ഓണാശംസകളും ഞാൻ പറയാതിരുന്നിട്ടില്ല സാർ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റൂ രാജേഷ്. 20 വർഷമായി സാറേ ഞാൻ പ്രവാസിയായി. ഈ തിരുവോണ ദിവസം അവൾ പോയതിൽ പിന്നെ മനസ്സിനൊരു പെടച്ചില്ല സാറേ. അല്ലെങ്കിൽ എൻ്റെ ജോലി കൊണ്ട്, അല്ലാതെ എനിക്ക് ഓണം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ എത്ര വൈകിയാലും ഈ ജോലിയെല്ലാം തീർത്തിട്ടേ ഇന്ന് പോകാവൂ കേട്ടോ. എന്ത് തന്നെ ആയാലും ഞാൻ ഈ ജോലി തീർത്തിട്ട് പോകുള്ളൂ സാറേ. വീടിന്റെ പാലുകാച്ചലിനും പോകാൻ പറ്റിയില്ല. ഇന്ന് തിരുവോണ ദിവസം വീട്ടിൽ ചെല്ലാന്നും പറഞ്ഞിട്ട് ഞാൻ ഭാര്യയ്ക്കും മക്കൾക്കും വാക്ക് കൊടുത്തിട്ടാ പോകും. നമ്മൾ പ്രവാസികൾക്ക് എന്ത് വാക്ക്. 6 മാസമായ മോളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് ഞാനും പറഞ്ഞിരുന്നു അവളോട്. അവളുടെ 2ാമത്തെ പിറന്നാളിന് ഞാനും ഉണ്ടാവും അവളുടെ കൂടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ പ്രവാസികളും എന്തൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് ആ വീട്ടിന്റെ പടിയിറങ്ങുന്നത്. മോൾക്ക് 3 വയസ്സ് കഴിഞ്ഞു. ഇതുവരെയും ഓണത്തിന് അവളോടൊപ്പം ഓണാഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ തിരുവോണത്തിനും മനസ്സിനൊരു വേദനയാണ്. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടിയിട്ട് തിരുവോണത്തിന് ഒത്തുകൂടല് നമുക്കതൊരു സ്വപ്നം മാത്രമാണോ? അത് വിട്, ഇന്ന് തിരുവോണമല്ലേ, നമുക്ക് ഒരുമിച്ച് സദ്യയായിരിക്കും. അല്ല, നിനക്ക് ഡ്യൂട്ടിക്ക് കയറണ്ടേ? ചേട്ടാ, ഈ തിരുവോണത്തിന് നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് സദ്യ കഴിച്ചിട്ട് അതിൽ വരുന്ന ഭവിഷ്യത്ത് ഞാനൊന്ന് സഹിച്ചിട്ടില്ല. അല്ലെങ്കിലേ ആ കാണുന്ന ആളെയും കൂടി നമുക്ക് ഓണസദ്യ കഴിക്കാൻ വിളിച്ചാലോ? ശരിയാ, നമുക്ക് ചേട്ടാ, ഓണമല്ലെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിച്ചൂടെ? പേടിക്കണ്ടേ. ഈ ഒരു തിരുവോണത്തിന് നമ്മളൊരു ഓണസദ്യ നമ്മൾ ഒന്നിച്ച് കഴിച്ചോണ്ടേ ഉണ്ടാവുന്ന പ്രശ്നങ്ങള് നമ്മൾ ഒന്നിച്ച് നേരിടും. വാ. അപ്പൊ എങ്ങനെയാ? ഹാപ്പി ഓണം. പൂങ്കൊതിയൻ വണ്ടിനു തേനും മാവേലിക്കുയിരും നൽകും